നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ, അതായത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട്, അതായത് ദക്ഷിണ വരുന്നുണ്ട്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് നോക്കാം. ശത്രുക്കളുടെ തന്ത്രങ്ങൾ മുഴുവനുമായി നശിക്കാൻ പോകുന്നു. നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് നിങ്ങൾ വിചാരിക്കാത്ത അത്രയും ഉയർച്ചകൾ വന്നു ചേരാൻ പോകുന്നു. ഇതാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എനർജി ലഭിച്ച ഒരു തലക്കെട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ വായനയിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ ധ്യാനിച്ച് സമർപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും പ്രപഞ്ച ശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വായന കാണുക. ഇവിടെ നമുക്ക് വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള, വളരെയധികം കഴിവുകളുള്ള ഒരു പറ്റം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായി കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് വളരെയധികം അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള, വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു കൂട്ടം ആൾക്കാരുടെ എനർജി നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം സ്പെഷ്യൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഓരോ മനുഷ്യരുമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളിലൂടെയുള്ള കഴിവുകൾ ധാരാളമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് നൃത്തമായിരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ സംഗീതം ആലപിക്കുന്നതായിരിക്കാം, ചിത്രരചനയായിരിക്കാം, അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ആയിരിക്കാം. അങ്ങനെയുള്ള പല രീതിയിലുള്ള, അല്ലെങ്കിൽ നന്നായി പാചകം ചെയ്യുക, നന്നായി തമാശകൾ പറയുക, കഥാപ്രസംഗം, അല്ലെങ്കിൽ നല്ല രീതിയിൽ കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ എഴുതാൻ സാധിക്കുന്ന വളരെയധികം കഴിവുകളുള്ള, ടാലന്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ സാന്നിധ്യമാണ് നമുക്കിന്നിവിടെ ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അത് നിങ്ങൾ ഒന്നിനും ഇല്ലാത്ത വ്യക്തികളായിരിക്കാം. അതായത് ഒരു തരത്തിലും നിങ്ങൾ നിങ്ങളുടെ കഴിവ് പുറത്തേക്ക് എടുക്കാതെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒതുങ്ങിപ്പോയി, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഒതുക്കിക്കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ 100%-ൽ 97% നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെ തന്ത്രപൂർവ്വം ഒതുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. സാഹചര്യങ്ങളും വളരെയധികം പ്രതികൂലമായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ ഓരോന്നായി പുറത്തെടുക്കാൻ പറ്റുന്ന വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയായിരുന്നു നിങ്ങൾ. ആ ഒരു ജീവിതത്തിലായിരിക്കാം നിങ്ങൾ ജീവിച്ചു വന്നിരുന്നത്. അങ്ങനെയുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കാം നിങ്ങൾ വളർന്നു വന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങളുടെ പ്രണയബന്ധത്തിലും ചെന്നെത്തി നിൽക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതമായിക്കോട്ടെ, പ്രണയ ജീവിതമായിക്കോട്ടെ, എല്ലാത്തിലും നിങ്ങൾ തടസ്സങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വളരെയധികം ശത്രുദോഷമുള്ള ആൾക്കാരുടെ സാന്നിധ്യമാണ് നമുക്കിന്നിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടോ നിങ്ങളുടെ മനസ്സിൽ എന്നും ഒരു ചോദ്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നന്നായിട്ട് പാട്ട് പാടാനുള്ള കഴിവുണ്ടായിരുന്നു, എന്തുകൊണ്ട് എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല? നന്നായിട്ട് നൃത്തം ചെയ്യുമായിരുന്നു, പക്ഷേ അത് പിന്നീട് ശരീരത്തിനെ കൊണ്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് എനിക്കിങ്ങനെ പറ്റുന്നു? അത് തീർത്തും നിങ്ങളുടെ മനസ്സ് അത്രയും നിർമ്മലരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതായത് നിങ്ങൾ വെറുതെ പോലും മറ്റൊരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ അപവാദം പറയില്ല, നെഗറ്റീവ് പറയില്ല, മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറില്ല, അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തി നോക്കാറില്ല. അപ്പോൾ അത്രയും നിർമ്മലരായിട്ടുള്ള, അത്രയും മനസ്സിന് ശുദ്ധിയുള്ള ഒരു വ്യക്തികളാണ് നിങ്ങൾ. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്നിട്ടും ഇങ്ങനെ വരുന്നു? ഒരു പക്ഷേ മുടങ്ങാതെ അമ്പലങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ടാവാം, പള്ളിയിൽ പോകുന്നുണ്ടാവാം, നേർച്ചകളും എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശത്രുദോഷം അത്ര അങ്ങേയറ്റം നിൽക്കുന്ന വ്യക്തികളുടെ ഒരു സാന്നിധ്യമാണ്. അത് നിങ്ങളുടെ എന്താ പറയുക, ജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു ശത്രു തന്നെയാണ് നിങ്ങളുടെ പുറകെ പിന്നാലെ കൂടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത് അവരുടെ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ അവരുടെ മോശപ്പെട്ട കർമ്മങ്ങളോ അവർക്ക് തിരിച്ചടികൾ കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ വംശം തന്നെ നശിക്കാറായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരു കുഴപ്പവും ഇല്ലായിരിക്കാം. പക്ഷെ അവിടെ തീർത്തും അവിടെ ഒരു ശത്രുദോഷം, അല്ലെങ്കിൽ ശത്രുക്കൾക്ക് വളരെയധികം നിങ്ങളെ വേഗത്തിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് പെട്ടെന്ന് ഒരു ടാർഗറ്റ് വരുന്നുണ്ട്, അത് നിങ്ങളെ തോൽപ്പിക്കണം, നിങ്ങൾ എവിടെയും എത്തരുത് എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ ശത്രുവിൻ്റെ ആ ഒരു വളരെയധികം ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ അവരുടെ എന്ത് വേണമെങ്കിലും നഷ്ടപ്പെട്ടോട്ടെ, നിങ്ങൾക്കൊന്നും കിട്ടരുത്. ഇവിടെ പലവരുടെയും നമുക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പോലും കല്യാണം മുടങ്ങിക്കിടക്കുന്നവരുടെ ഒരു രീതി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അത്രയും ആശിച്ച് ആഗ്രഹിച്ച് അത് നടന്നു, എൻഗേജ്മെന്റ് വരെ എത്തി, പക്ഷെ അത് കല്യാണത്തിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അത് സക്സസ് ആകാൻ പറ്റുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ നമുക്ക് തീർത്തും നിങ്ങളുടെ ടാലന്റ് പുറത്തേക്ക് കൊണ്ടുവരേണ്ട സമയമായി എന്നാണ് യൂണിവേഴ്സ് നമ്മളുടെ അടുത്ത് പറയുന്നത്. കാരണം തീർത്തും നിങ്ങൾ വളരെയധികം എന്താ പറയാ, ഉഗ്രരൂപിണികളായിട്ടുള്ള ദൈവങ്ങളെ നന്നായിട്ട് ഉപാസിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന കുറച്ചും കൂടെ കൂട്ടിയെടുക്കാനായിട്ട് നോക്കണം. കാരണം നിങ്ങൾക്ക് സമയം അനുകൂലമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ക്യാപ്ഷൻ പോലും ശത്രുക്കളുടെ തന്ത്രങ്ങൾ മുഴുവനായി നശിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇതിനോടകം നിങ്ങൾക്ക് അതിന് യോജിച്ച പലതരത്തിലുള്ള അടയാളങ്ങൾ നിങ്ങൾ ഇന്നു മുതൽ, അതായത് ഈ വായന കണ്ടു തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ നിങ്ങൾ കാണാൻ തുടങ്ങും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കൾ വീഴുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിച്ചവരൊക്കെ ആരാണോ അവരുടെ എല്ലാം കള്ളി വെളിച്ചത്താകുന്നു എന്നുള്ള ആ ഒരു കാര്യങ്ങൾ, ആ ഒരു സാഹചര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായിട്ട്, കാരണം ഇപ്പൊ നമ്മൾ പറയില്ല ഇത്രയും കാലം അവരായിരുന്നു, ഇനി എൻ്റെ ഊഴമാണ് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളെ തേടി വരാനായി പോകുന്നത്. കാരണം നിങ്ങളുടെ പ്രണയ ജീവിതത്തിലാണെങ്കിൽ പോലും അത്രയും നിങ്ങൾ ഇതിനോടകം നശിഞ്ഞു, ഇനി ഒരു പ്രതീക്ഷയില്ല, എല്ലാം പോയി, പ്രതീക്ഷകളെല്ലാം പറ്റി, ഇനി ആഗ്രഹങ്ങളില്ല, ഒരു മേഖലയിലും സ്വന്തം കഴിവുകൾ പുറത്തേക്കെടുക്കാൻ സാധിച്ചില്ല, പ്രണയബന്ധത്തിലെങ്കിലും വിജയിക്കുമെന്ന് വിചാരിച്ചു, അതിനും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർത്തും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളും തന്നെയാണ് നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് എന്തുകൊണ്ട് ഇവിടെ പറയണം എന്ന് തോന്നി, പലവർക്കും എന്തൊക്കെയോ ഇവിടെ ആകാൻ പറ്റും. അതായത് നല്ലൊരു സംഗീതം, അല്ലെങ്കിൽ നന്നായിട്ട് നൃത്തം, അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് നമ്മുടെ കഴിവുകൾ ഇന്ന് പുറത്ത് കാണിക്കാം അല്ലേ. അത് ചെയ്യാതെ മടിഞ്ഞു നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതൊരു പക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യം തന്നെ ആയിരിക്കാം. അത് ചിലപ്പോൾ അത് യൂണിവേഴ്സ് അത് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ എന്നിലൂടെ അത് പുറത്തേക്ക് പറയിപ്പിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പുറത്തേക്ക് എടുക്കാനായിട്ട് നോക്കണം. അതായത് സൗന്ദര്യം ഉണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ തന്നെ നന്നായിട്ട് നൃത്തം ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ അത് പ്രൊഫഷണൽ ആകണമെന്നില്ല, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ നോക്കിയേ തീരൂ. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സോള് പ്രവർത്തിക്കാൻ തുടങ്ങുള്ളൂ, നിങ്ങളുടെ ആത്മീയപരമായിട്ടുള്ള ഉണർവ് പുറത്തേക്ക് വരികയുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ മുന്നോട്ടെടുത്ത് വെക്കാം. കാരണം ഇനി തടസ്സങ്ങൾ അങ്ങനെ വരില്ല. ശത്രുക്കളുടെ പല തന്ത്രങ്ങളും ഇവിടെ നശിയാൻ പോവാണ്. അതിൻ്റെതായിട്ടുള്ള ഇത്രയും കാലം അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള അതിൻ്റെ അനന്തരഫലം അവർക്ക് കിട്ടാൻ പോവാണ്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾ എന്താണോ അത് പരസ്യമായി തന്നെ പുറത്തേക്ക് എടുക്കാനായിട്ട് നോക്കണം. കാരണം അത് തന്നെയാണ്, എന്തുകൊണ്ടോ നിങ്ങളുടെ എനർജിയാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങളുടെ കഴിവ് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ തീർത്തും നിങ്ങളിൽ പലവരും ഇവിടെ വളരെ ക്ഷീണിതരായിട്ടൊക്കെ കാണപ്പെടുന്നുണ്ട്. എപ്പോഴും കിടന്നുറങ്ങുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല, മടിഞ്ഞിങ്ങനെ ഒരു കട്ടിലിൽ തന്നെ ഇങ്ങനെ കിടക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ നോക്കി കിടക്കുക, അങ്ങനത്തെ ഒരാൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ഊർജ്ജസ്വലരാകേണ്ട ആവശ്യകതയുണ്ട്. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിനാണെങ്കിലും നിങ്ങളോട് ഒരു വാക്ക് പോലും, ഒരുപക്ഷെ ഗുഡ് ബൈ പോലും പറയാതെ ആയിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്നും ദൂരേക്ക് പോയിട്ടുള്ളത്. കല്യാണം കഴിക്കാം, പൊന്നുപോലെ നോക്കിക്കോളാം, എല്ലാം ശരിയാണ്, നിങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടാവുന്നത്. ഇവിടെ ആ ഒരു ശത്രുവിന്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പവർ പുറത്തേക്ക് എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു പവർ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളെ പിന്നെ ആർക്കും തടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ കൂടെ ആ ഒരു അതീന്ദ്രിയ ശക്തി അല്ലെങ്കിൽ ആ ഒരു അദൃശ്യ ശക്തി നിങ്ങൾക്ക് പ്രൊട്ടക്ഷനായി വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിൽ പലവരും ഇപ്പോൾ എനിക്ക് വയ്യ, എൻ്റെ ജീവിതം പോയി, എൻ്റെ ജീവിതം ഇത്രയുമായി, അല്ലെങ്കിൽ എന്താ പറയാ 30 വയസ്സ് കഴിഞ്ഞു, 20 വയസ്സ് കഴിഞ്ഞു, 40 വയസ്സ് കഴിഞ്ഞു, ഇനിയിപ്പോൾ എനിക്കിനി എന്ത്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ഹൈ വൈബ്രേഷനോട് കൂടി തന്നെയാണ് നിങ്ങൾ ജനിച്ചു വീണിട്ടുള്ളത് ഈ ഭൂമിയിൽ. നിങ്ങളുടെ സോള് ഇവിടെ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ, ജനിച്ചിട്ടുണ്ടെങ്കിൽ
അത് തീർത്തും അതിൻ്റെ പിന്നിൽ ഒരു സോൾ പർപ്പസ് ഉണ്ടാകും. അപ്പൊ തീർത്തും നിങ്ങളുടെ ആ ഒരു ആക്റ്റീവ്നെസ്സിലേക്ക് നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കുക. തീർത്തും നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് വരും എന്നുള്ളതാണ്. കാരണം അങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും നിങ്ങൾ വിചാരിക്കാത്ത അത്രയും ഉയർച്ചകളാണ് വരാൻ പോകുന്നത്. ഇവിടെ എനിക്ക് എന്തുകൊണ്ടോ നിങ്ങളുടെ എനർജിയിലുള്ള റീഡിംഗ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല. ഒരുപക്ഷെ നിങ്ങൾ പോലും പലപ്പോഴും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കാം, അതിനുള്ള ഉത്തരമായിരിക്കാം ഇന്നത്തെ ഈ റീഡിങ്ങിൽ നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ളത്. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരൂ, നിങ്ങളുടെ എനർജി ഉൽപ്പാദിപ്പിക്കൂ, റീചാർജ് ചെയ്യൂ, ആൻഡ് സക്സസിലേക്ക് എത്തും. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ശത്രുദോഷം അല്ലെങ്കിൽ ശത്രുക്കൾ വളഞ്ഞിട്ട് നിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നിങ്ങൾക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ വേറൊരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് നേടി, എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പരാതികൾ മാത്രമേ പറയാനുള്ളൂ. പക്ഷെ ആ പരാതികളെല്ലാം നന്മകളായി തീരാൻ പോകുന്നു. നിങ്ങളുടെ ഒരു പ്രണയ ജീവിതത്തിലാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടാൻ പോകുന്നു. അതിന് നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുക, പ്രപഞ്ച ശക്തിയോട് നന്നായി പ്രാർത്ഥിക്കുക. എനിക്ക് ആ ഒരു അദൃശ്യ ശക്തി അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പവർ അത് എനിക്ക് തരണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കഴിവുകൾ പുറത്തേക്ക് എടുക്കുക. നിങ്ങളുടെ ആ ഒരു ഇന്നർ ബ്യൂട്ടി, ഉള്ളിലെ ആ ഒരു പവർ പുറത്തേക്ക് കൊണ്ടുവരണം. അത് പലവരും കളിയാക്കിയേക്കാം, പലരും നിരുത്സാഹപ്പെടുത്തിയേക്കാം. പക്ഷെ അതൊന്നും നോക്കാതെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് നിങ്ങൾ സ്ട്രോങ്ങസ്റ്റ് ആവുന്നത്. ഏറ്റവും നിങ്ങളുടെ ബെസ്റ്റ് വെർഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.